പരിശുദ്ധമായ ഈ ചെറിയ പെരുന്നാൾ ഏതെങ്കിലും ഒരാൾ പരിശുദ്ധമായ ചെറിയ പെരുന്നാളെന്ന് കടന്നു വരുമ്പോൾ ആ ചെറിയ പെരുന്നാളിന് സന്തോഷം പങ്കുവെക്കാതിരിക്കരുത്. ഏത് ഒരാളെ കണ്ടുപോയാലും ചെറിയ പെരുന്നാളിന്റെ സന്തോഷം അവരെ അറിയിപ്പിക്കണം. അത് മാത്രവുമല്ല, അവനവന്റെ ഫിത്ർ സക്കാത്ത് കൊടുത്തുകൊണ്ട് കടന്നു വരണം. ഇന്നലെ മഗ്രിബ് നിസ്കാരം മുതൽ ഫിത്ർ സക്കാത്തിന്റെ സമയമാണ്. ഇന്നവിടുന്ന് മഗ്രിബിന്റെ സമയം വരെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഫിത്ർ സക്കാത്തിന്റെ ടൈമാണ്. അത് കൊടുക്കൽ നിങ്ങൾക്കൊക്കെ സന്തോഷമാണ്. അങ്ങനെ ഫിത്ർ സക്കാത്ത് കൊടുത്തുകൊണ്ട് കടന്നു വരുന്നവരാരാണോ അവരാണ് ദുനിയാവിന്റെ പുറത്ത് വിജയിക്കുന്നത്. അവരാണ് സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നത്. ചെറിയ പെരുന്നാളിന്റെ സുദിനത്തിൽ വിജയിക്കുന്ന 4 വിഭാഗം ആളുകളിൽ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നവരാണ്. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹുവേ, സന്തോഷകരമായി കൂട്ടുകുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ, നമ്മുടെ മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര ഉപ്പമാര്, ഉമ്മമാര്, സഹോദരങ്ങൾ, ഭാര്യമാര്, സഹപാഠികൾ, സഹപ്രവർത്തകർ, അല്ലാഹുവേ, വിട പറഞ്ഞ് പലരും ഇന്ന് പച്ചമണ്ണാകുന്ന ഖബറിന്റെ അകത്തട്ടിലുണ്ട്. ആ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നവരാണ്. ആ പ്രിയപ്പെട്ടവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു പോകുന്നവരാണ്. സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നവരാണ്. അങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെയാണ് വിജയത്തിന്റെ ഈമാനിന്റെ മാധുര്യം കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹു തആല അൻഹു നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് പറഞ്ഞു പോയത്, സഹാബാ, ഏറ്റവും നല്ല വഴികളിലൂടെ, ഏറ്റവും നല്ല സന്തോഷത്തിലൂടെ, ഏറ്റവും നല്ല ആർജവത്തിലൂടെ ആരാണ് കടന്നു വരുന്നത് എന്നറിയുമോ? അൽഹംദുലില്ലാഹ്, തന്റെ വിട പറഞ്ഞു പോയ ഉമ്മാക്കൊരു ഫാത്തിഹ ഓതുന്നവരാണ്. വിട പറഞ്ഞു പോയ ബാപ്പക്കൊരു ഫാത്തിഹ ഓതുന്നവരാണ്. വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്കൊരു ഫാത്തിഹ ഓതുന്നവരാണ്. വിട പറഞ്ഞു പോയവർക്ക് വേണ്ടി ഒരു യാസീൻ ഓതുന്നവരാ. ഞാൻ ചോദിക്കട്ടെ, ചെറിയ പെരുന്നാളിന്റെ സുദിനം വരുമ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാര് പലരും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമ്പോൾ അവരോടൊപ്പം കടന്നു പോകും. അവരുടെ സന്തോഷത്തിലൂടെ കടന്നു വരും. അവരുടെ ആനന്ദത്തിന്റെ വഴികളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. എന്നാൽ അൽഹംദുലില്ലാഹ്, അവരിൽ പലരും ഇന്ന് വിട പറഞ്ഞ ഖബറിൽ പോയിട്ടും ഒരു ഫാത്തിഹ ഓതി എത്ര ആളുകളുണ്ട്? ഒരു യാസീൻ ഓതി എത്ര പേരുണ്ട്? അല്ലാഹുവേ, ചിന്തിക്കാൻ പറ്റുമോ? കഴിയ ചെറിയ പെരുന്നാളിന്റെ സമയത്ത് എന്നോടൊപ്പം ഒരുമിച്ച് നിസ്കരിച്ച എന്റെ ഉമ്മ, എന്റെ ബാപ്പ, എന്റെ പ്രിയപ്പെട്ടവർ, എന്റെ സഹോദരങ്ങൾ, എന്റെ കൂട്ടുകാർ, എന്റെ ബന്ധുമിത്രാദികൾ, അവരിന്ന് പലരും ഇന്ന് ഖബറിലാണ് റബ്ബേ. അതുകൊണ്ട് പടച്ചവനെ, അവരുടെ ഖബർ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലാ. സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടി, ബാപ്പക്ക് വേണ്ടിയിട്ട് നിറഞ്ഞ മനസ്സോടുകൂടി ആര് ദുആ ചെയ്യുന്നോ, അതവരുടെ ഉമ്മയുടെ ബാപ്പയുടെ പാപങ്ങൾ പൊറുക്കാൻ ഇതുപോലെ സന്തോഷമൊന്നുമില്ലല്ലോ, ഇതുപോലെ ആനന്ദമൊന്നുമില്ല. അതുകൊണ്ട് ചെറിയ പെരുന്നാളിന്റെ സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വരുന്ന എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട് പറയുകയാണ്, അല്ലാഹു നമുക്ക് തന്ന ഒരു സൗഭാഗ്യമാണ് ഇന്നത്തെ ഈ ഒരു സമയം. ഈ ഒരു സമയം നമ്മുടെ ഉമ്മാനെ മറക്കല്ലേ, ബാപ്പയെ മറക്കല്ലേ, പ്രിയപ്പെട്ടവരെ മറക്കല്ലേ. അതുകൊണ്ടാണ് അവിടുന്ന് നല്ല മനസ്സോടുകൂടി സന്തോഷത്തിന്റെ വഴികളിലൂടെ ചെല്ലാൻ പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവേ, ഈ ചെറിയ പെരുന്നാളിന്റെ സുദിനത്തിലെ തക്ബീറിന്റെ ധ്വനികൾ മുഴക്കിക്കൊണ്ട് കടന്നു വരുന്നവരാരാണ്? അവര് വിജയിച്ചിട്ടുണ്ട് സഹാബാ, അവര് സന്തോഷിച്ചിട്ടുണ്ട് സഹാബാ. അവരുടെ കുടുംബത്തോടൊപ്പം അവർക്ക് ഒരുമിച്ച് കൂടാൻ അവർക്ക് കഴിഞ്ഞു പോയാൽ അത് അവർക്ക് വിജയമാണ് സഹാബാ.
അതവർക്കൊരു വിജയവും അതവർക്കൊരു സന്തോഷവുമാണ്. അള്ളാഹു നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തട്ടെ. സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ വഴികൾ മെച്ചപ്പെടുത്തണമെന്ന് പറഞ്ഞത്, സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വരണമെന്ന് പറഞ്ഞത്, ആനന്ദത്തിന്റെ വഴികളിലൂടെ കടന്നു വരണമെന്ന് പറഞ്ഞത്. അള്ളാഹുവേ, ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ. അതുകൊണ്ടാണ് നല്ല നീയത്തോടെ കടന്നു വരാൻ പറഞ്ഞത്. ഇന്നത്തെ ഈ ചെറിയ പെരുന്നാളിന്റെ ദിവസത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളവിടെ നിന്ന് ചെറിയ പെരുന്നാളിന്റെ നിസ്കാരം കഴിഞ്ഞാൽ വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ സൂറത്തുൽ ളുഹാ വന്ന് പാരായണം ചെയ്യണം. ആ ഒരു സൂറത്തുൽ ളുഹാ നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പോലും അറിയാത്ത വഴികളിൽ അല്ലാഹു നിങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം തരുന്നതാണ്, ഒരുപാട് സന്തോഷം തരുന്നതാണ്. അതുകൊണ്ട് ചെറിയ പെരുന്നാളിന്റെ ഈ സുദിനത്തിൽ എല്ലാവരും നല്ല നീയത്തോടെ നല്ല മനസ്സോടുകൂടി അങ്ങനെ ചൊല്ലുകയാണോ അവര് വിജയിച്ചു വന്നാണ്. പാപങ്ങൾ പൊറുക്കാൻ അതൊരു കാരണമാണ്. അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ചെറിയ പേരുന്നാള് രാവിദാ വന്നു ചേലീല അലതല്ലും സന്തോഷം മിന്നി നിൽക്കുന്നു പാരീല. അമ്പിയ രാജാവ് കാട്ടിയുള്ള ദിനമാണ്, സന്തോഷമേറിടും രാവിലമ്പിളി ചേലാണ്. പൊന്നാരപ്പോമൊത്ത് കാട്ടിയുള്ള വഴിയാണ്, അലിവിൻ്റെ പൂന്തോപ്പിൽ മിന്നിപ്പാറും സുമമാണ്. കനിവിൻ്റെ ഒരു രാജാവേ അമ്പിളി പൂവേ ഹോജാവേ, അറിവിൻ്റെ ലോകത്ത് വന്നുദീത്ത നബിയോരേ. ഏതോരാളും നീത തക്ബീറി തോനി ചൊല്ലുമോ, സന്തോഷത്താലെ തിളങ്ങി നിന്നോ ചിരിക്കുന്നോ. അത്ഭുതമാണ് ആ താഹനൂറിൻ അജബാണ്. ചെറിയ പേരും നാളിൻ രാവിദാ വന്നു ചേലാണ്. ചെറിയ പെരുന്നാളിന്റെ സുദിനത്തിൽ ഏതെല്ലാം വഴികളിലൂടെ നമുക്ക് സന്തോഷങ്ങൾ കണ്ടെത്താൻ പറ്റുമോ, സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വരാൻ പറ്റുമോ, ആ കടന്നു വരുന്ന വഴികളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്തോഷവും സമാധാനവും നൽകും. ഇല്ലേ? ചെറിയ പെരുന്നാളിന്റെ ദിവസമെന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ നമ്മുടെ തെക്കൻ ഭാഗത്തല്ല, നമ്മുടെ വടക്ക് ഭാഗത്തുള്ള ഒരുപാട് മുഅ്മിനുകൾ മുഅ്മിനത്തുകളുണ്ട്. അവർക്ക് കൊച്ചുമക്കളുണ്ട്, പേരമക്കളുണ്ട്. എന്റെ ഉമ്മ, നമ്മുടെ വടക്കേ മലബാറിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചെറിയ പെരുന്നാളിന്റെ സുദിനങ്ങൾ കടന്നു വരുമ്പോ അവരവിടെ പടക്കം പൊട്ടിച്ചിട്ട് ആഘോഷിക്കാറുണ്ട്. ഉമ്മമാരോട് വന്ന ഉമ്മ, എനിക്ക് പടക്ക് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് ഉമ്മമാരെ, നിങ്ങളോട് പൊന്നുമക്കള് കാശ് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ കൊടുക്കരുത്. കാരണം പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനുള്ളതല്ല, ഇത് തഖ്വയിലേക്ക് വരാനുള്ളതാണ്. നിങ്ങളുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള നന്മയുടെ ദിവസമാണ്. അല്ലാഹുവേ, ആ മക്കളോടൊന്ന് ഫാത്തിഹയോദാൻ, ഒന്ന് ഖുർആനോദാൻ, ഒന്ന് നിസ്കരിക്കാൻ, സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വരാൻ
വരാൻ നിങ്ങളൊന്ന് പറഞ്ഞു പോയാൽ ഇതിനെ പോലെ സൗഭാഗ്യമൊന്നുമില്ല, ഇതിനെ പോലെ സന്തോഷമൊന്നുമില്ല, ഇതിനെ പോലെ അനുരാഗമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ പെരുന്നാളിന്റെ ദിവസത്തിൽ പടക്ക് പൊട്ടിക്കാനല്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് ആഘോഷിക്കാറുണ്ടല്ലോ പെരുന്നാളല്ലേ എന്ന് പറഞ്ഞ് കുടുംബാദികളെല്ലാം ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കും. ആ ഉണ്ടാക്കുന്ന ഭക്ഷണം അവസാനം കൊണ്ടുവന്നിട്ട് കിണറ്റിലോ പൊട്ടക്കിണറ്റിലോ അതല്ലെങ്കിൽ മറ്റെവിടെങ്കിലും കൊണ്ടുവന്ന് കുഴിച്ചു മൂടുന്ന ഒരവസ്ഥ വരരുത്. നിങ്ങളുടെ വീടിന്റെ ചാരത്തുള്ള എത്രയോ പാവപ്പെട്ട അനാഥ മക്കളുണ്ട്, വിഷമത്തിൽ കഴിയുന്നവരുണ്ട്, സങ്കടത്തിൽ കഴിയുന്നവരുണ്ട്, ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട്. ആ പ്രിയപ്പെട്ട അനാഥ മക്കൾക്കാണ് നിങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് കൊടുക്കുന്നതെങ്കിൽ ആ പ്രിയപ്പെട്ട മക്കളുടെ മനസ്സിലൊരു ഹംദ് പറഞ്ഞാൽ, അല്ലാഹുവേ ചെറിയ പെരുന്നാളിന്റെ ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല സന്തോഷമാ ചെറിയ പെരുന്നാളിന്റെ സുദിനത്തില്. അൽഹംദുലില്ലാഹ്, അവിടെ മഗ്രിബിന്റെ തൊട്ട് മുമ്പ് നിങ്ങൾ ചെറിയ ചെറിയ ഹദിയകൾ ചെയ്യണം. ചെറിയ പെരുന്നാളിന്റെ ദിവസത്തിലെ ഹദിയ ചെയ്യണം. ഹദിയല്ല, ഹദിയ ചെയ്യണമെന്നാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഇത് ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് വരാനാണ്, ഒന്നും മിണ്ടാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് അവിടെ നിന്ന് ചെറിയ ചെറിയ ഹദിയകൾ പെരുന്നാളിന് ചെയ്യണം. അത് മക്കളുടെ കയ്യിൽ കൊടുത്തുവിട്ട് പള്ളിയിലുള്ള ഉസ്താദിന് കൊടുപ്പിക്കണം. എന്തിനെന്നറിയുമോ? അതൊരു പുണ്യമാണ്, അതൊരു സന്തോഷമാണ്. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ചെറിയ പെരുന്നാളിന്റെ സന്തോഷത്തിന്റെ വഴിയിൽ കടന്നു വന്ന മുഴുവൻ സഹോദരങ്ങളെയും സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം അല്ലാഹു തആല എത്തിക്കട്ടെ. എല്ലാ കുടുംബക്കാർക്കും ചെറിയ പെരുന്നാളിന്റെ സന്തോഷം നൽകുകയാണ്. എനിക്ക് വേണ്ടി ദുആ ചെയ്തവർ, അതിലുപരി സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവരെയും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا طيبا جزيلا جميلا مباركا بدوام ملك الله. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا وغادينا وقرة أعيننا ومصطفانا محمد صلى الله عليه وسلم. الله കരുണക്കടലായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഈ പരിശുദ്ധമായ പവിത്രമായ പരിപാവനമായ ഈ ചെറിയ പെരുന്നാളിന്റെ സുദിനത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. അല്ലാഹ്, ഞങ്ങളുടെ സകലമാന പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. കഴിഞ്ഞുപോയ പരിശുദ്ധമായ റമളാനിൽ ഞങ്ങളിൽ വന്നുപോയ സകലമാന തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്.
അല്ലാഹുവേ അവലാദികളും വേവലാദികളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. പടച്ചവനെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞോ അല്ലാഹുവേ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ രോഗങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ണീരുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും വെച്ചുകൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ. ഈ ചെറിയ പെരുന്നാളിന്റെ സുദിനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ പവിത്രമായ സ്വർഗത്തിന്റെ പൂങ്കാവനത്തിൽ ഞങ്ങളെയെല്ലാം നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ, നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ, നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ചെറിയ പെരുന്നാളിന്റെ ഈ ദിവസത്തിന്റെ സന്തോഷത്തിന്റെ വഴികൾ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. അല്ലാ നിന്റെ പവിത്രമായ സ്വർഗത്തിന്റെ വഴികൾ നൽകണേ അല്ലാ. ഈ ചെറിയ പെരുന്നാളിന്റെ ദിവസത്തിൽ ഞങ്ങൾക്ക് എല്ലാ ബറക്കത്തും നൽകണേ അല്ലാ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എനിക്ക് വേണ്ടിയും പിന്നെ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.